ഒരിടവേളയ്ക്ക് ശേഷം ഇറാൻ വീണ്ടും ഇസ്രയേലിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനു നേരെ ഇനിയൊരു സൈനിക ആക്രമണമോ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിനുള്ളിൽ ഛിദ്രതയ്ക്കുള്ള ശ്രമമോ ഇസ്രയേൽ നടത്തിയാൽ ഇസ്രയേൽ വലിയ തോതിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഞങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു തുറന്ന യുദ്ധത്തിന് തങ്ങൾ തയ്യാറാകുമെന്നും ആ പ്രത്യാഘാതം ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്കി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങളോടാണ് അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ അവസാനത്തിൽ അബ്ബാസ് അറാക്കി ചൈന സന്ദർശിക്കുകയും ചൈനീസ് ഭരണകൂടവുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അവർ പിന്തുണ തേടുകയും ഒക്കെ ചെയ്ത ശേഷം ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം പൊതുവായി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതും ചൈനീസ് മാധ്യമങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ഇറാൻ ഉറപ്പുവരുത്തി എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇറാനുമായി മികച്ച ബന്ധം പുലർത്താൻ ചൈനയും ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. മേഖലയിൽ ഇറാനും സൗദിയും തമ്മിലുണ്ടായിരുന്ന ഹൂത്തികളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒത്തുതീർപ്പാക്കിയതും ഏറെ കാലത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സൗഹൃദത്തിലേക്ക് മാറിയതും ഇതിനൊക്കെ മധ്യസ്ഥത വഹിച്ചതുമൊക്കെ ചൈനയായിരുന്നു. ഈ പശ്ചാത്തലമെല്ലാം യുദ്ധമുണ്ടായാൽ ഇറാനോടൊപ്പം ചൈനയുടെ സൈനിക, സാങ്കേതിക, സാമ്പത്തിക സഹകരണം ഉണ്ടാകുമെന്ന ഉറപ്പ് നേടിയെടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയം വിലയിരുത്തുന്ന പ്രഗത്ഭരെല്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിൽ കുറേ നാളുകളായി ഇങ്ങനെ നിഴൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു യുദ്ധവും ആരംഭിക്കുന്നതിന് മുൻപ് കണ്ടുവരുന്ന ഈ നിഴൽ യുദ്ധം ഇവിടെയും ശക്തമാണ്. ഇറാന്റെ മണ്ണിൽ വെച്ച് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ കൊന്നത് തങ്ങളാണെന്ന് ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവും ഈയിടെ സമ്മതിച്ചിരുന്നു. അതിനു പുറമെ ഇറാൻ രാഷ്ട്രീയത്തിനകത്ത് ഇസ്രയേലിൻ്റെ ഇടപെടലുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയും പരിഷ്കരണ വിഭാഗത്തിൻ്റെ നേതാവും ഇറാൻ പ്രസിഡന്റുമായ മസൂദ് പെഷസ്കിയാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരമാവധി മുതലെടുക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാനിലെ വിവിധ ഗോത്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തും ഒരു സാഹചര്യത്തിലുമാണ് സിറിയയിൽ മറ്റൊരു വിപ്ലവം നടക്കുന്നതും ബഷാർ അൽ അസദ് പൊടുന്നനെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നതും രാജ്യം വിട്ടതുമെല്ലാം. അതേ മാതൃക ഇറാനിലും പരീക്ഷിക്കപ്പെടുമോ എന്ന ഭയം ഇറാനുണ്ട്. ഇറാനിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിന്നൽ വിപ്ലവങ്ങളോ അട്ടിമറികളോ ഒക്കെ സൃഷ്ടിക്കാൻ മൊസാദും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും പദ്ധതി ഇട്ടേക്കുമെന്ന സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, സിറിയയിൽ ഇസ്രയേൽ നിഷ്പ്രയാസം പിടിമുറുക്കിയതും ഇറാന്റെ സ്വാധീനം സിറിയയിൽ കുറഞ്ഞതും ഇസ്രയേലിനെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിട്ടുമുണ്ട്. അതിനിടെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളിൽ എല്ലാമാണ് ഇറാൻ പൊടുന്നനെ തന്നെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണെന്ന് മാത്രമല്ല, ഇസ്രയേലിൻ്റെ വെല്ലുവിളി തങ്ങൾക്ക് നേരെയുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നത് കൂടിയാണ് എന്നതും വ്യക്തമാണ്. ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ തങ്ങൾക്കെതിരെ നടക്കുകയാണെങ്കിൽ ആ ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങൾ പൂർണ്ണമായും സന്നദ്ധരാണ്, തയ്യാറാണ്. ഇസ്രയേൽ അത്തരം അശ്രദ്ധമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്നുമൊക്കെയാണ് ചൈനീസ് മാധ്യമങ്ങളോട് അബ്ബാസ് അറാക്കി പറഞ്ഞു വെച്ചത്. സംഘർഷങ്ങൾ ലഘൂകരിക്കാനും സമാധാനപരമായ ശ്രമങ്ങൾ പിന്തുടരാനും ചൈന ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്തർദേശീയ സഖ്യകക്ഷികളുമായുള്ള ഇടപഴകലുകൾ ഇറാനെ സഹായിക്കുമെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ ആത്യന്തികമായി തടയാനും ശത്രുവിന്മേൽ വിജയം ഉറപ്പുവരുത്താനും കഴിയുമെന്നും അബ്ബാസ് അറാക്കി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനിടെ ഇറാൻ സഖ്യകക്ഷിയായ ഹൂത്തി സേന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മധ്യ ഇസ്രയേലിൽ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ഇസ്രയേൽ പ്രതിരോധ സേന IDF യമനിൽ ഇതിന് പ്രത്യാക്രമണം എന്നോണം ബോംബാക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട് എന്നതാണ്. ആ ഏറ്റുമുട്ടലിനിടെ ഇസ്രയേലിന് നേരെയുള്ള ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം സിറിയ
ഉൾപ്പെടെയുള്ള രാജ്യത്ത് ഇറാനിൻ്റെ ശക്തമായ സൈനിക സംവിധാനങ്ങളുള്ള സ്ഥലത്തേക്കെല്ലാം ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒളിപ്പോരുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമതരെ വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഏപ്രിലിൽ സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഇരുപക്ഷവും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത് യുദ്ധത്തിൻ്റെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്ന ഒന്നായിരുന്നു. ഇത് രണ്ട് ഇറാനിയൻ ജനറൽമാരുടെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിൻ്റെ IRGCയുടെ നിരവധി സൈനികരുടെയും മരണത്തിന് കാരണമായത് നമ്മൾ കണ്ടതാണ്. ഇതിന് പ്രതികാരമായാണ് ഇറാൻ 300-ലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിനെതിരായ അഭൂതപൂർവമായ ആക്രമണം നടത്തുന്നത്. ഇത്തരത്തിൽ 2 തവണ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചു എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നതും അതിനൊന്നും ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിവില്ല എന്നതുമൊക്കെ ലോകത്ത് വെളിപ്പെടുത്തിയ ഒന്നാണ്. ഇപ്പോൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് അവരുടെ അയൺ ഡോം മാറ്റിവെച്ച് ടാഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമാണ്. കാരണം അതിന് മാത്രമേ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്രയേൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഭവ വികാസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിൻ്റെ പതനവും ഹിസ്ബുള്ളയുടെ ഗണ്യമായ ദുർബലതയും ഹമാസിൻ്റെ പ്രത്യാക്രമണങ്ങളും പ്രതിരോധവുമെല്ലാം കുറഞ്ഞതും ഉൾപ്പെടെ മേഖലയിൽ ഇറാൻ്റെ പ്രതിരോധ സേനകളുടെ സഖ്യത്തിൻ്റെ വീര്യം ചോർന്നിട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോഴുള്ളത്. ഇറാനും ഈ അവസരത്തിൽ കൂടുതൽ ദുർബലമാണെന്നും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം എന്നുമുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇസ്രയേൽ സൈന്യത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിലുണ്ട്. ഇതിനടിസ്ഥാനത്തിലാണ് ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുമൊക്കെയാണ് യുദ്ധ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നത്. ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഇപ്പോൾ സിറിയയിൽ നിന്നും ഇടപെടാൻ ഇസ്രയേലിന് സാധിക്കും. ഈ അവസരം മുതലെടുക്കണം എന്നാണ് ഇസ്രയേലിൻ്റെ സൈന്യത്തിൻ്റെ പക്ഷം. അതിനിടെ ഒരു ഭാഗത്ത് യുദ്ധമെന്ന ആശങ്കകൾ വിതറി മറുഭാഗത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമവും അമേരിക്കയും ഈ പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഊർജ്ജ പ്രതിരോധ ആവശ്യങ്ങൾക്കാണ് തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അവ അംഗീകരിക്കാൻ ഈ രാഷ്ട്രങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. ഇറാനെ ബഹുമാനത്തോടെ പരിഗണിക്കുകയാണെങ്കിൽ ചർച്ചകൾ സാധ്യമാണെന്ന നിലപാടാണ് അറാഖി മുന്നോട്ട് വെക്കുന്നത്. അവർ ഇറാന് മേൽ എത്രത്തോളം ഉപരോധങ്ങളും സമ്മർദ്ദവും ചെലുത്തുന്നുവോ അത്രയധികം ഇറാൻ ചെറുത്തുനിൽപ്പ് കാണിക്കും. ബലപ്രയോഗം ഫലപ്രദമാകില്ല എന്നും അറാഖി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ അവർ ഉപയോഗിച്ച പരമാവധി സമ്മർദ്ദം നയത്തെ അറാഖി എടുത്തു പറയുകയുമുണ്ടായി. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ സാധ്യതകൾ വീണ്ടും ചർച്ചയാകുമ്പോൾ മുൻപെങ്കുമില്ലാത്ത ജാഗ്രതയാണ് മേഖലയിൽ ഇപ്പോൾ എന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത് ഈ സംഘർഷത്തിന്റെ ഏറ്റവും അപകടകരമായ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. waytonikah.com, the exclusive Muslim matrimonial site.